നമസ്കാരം. ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. കേരളം തീവ്രവാദികളുടെ സുരക്ഷിത സുഖവാസ കേന്ദ്രമാണെന്ന് പറഞ്ഞപ്പോൾ ചിലർ നിഷേധിച്ചു. പിന്നീട് കേരളത്തിൽ നിന്നും മത തീവ്രവാദികളായി പല രാജ്യങ്ങളിലും ചേക്കേറപ്പെട്ടവരുടെ വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ വിശ്വസിക്കേണ്ടി വന്നു. കേരളത്തിൽ നിന്നും കൊടും തീവ്രവാദികളെ രാജ്യരാമാനം അറസ്റ്റ് ചെയ്ത് ഡൽഹിയിൽ കൊണ്ടുപോയി ജയിലിൽ അടച്ചപ്പോൾ നമ്മൾ അന്താളിച്ചു. ഇപ്പോഴാ 10,000-കണക്കിന് വ്യാജ ആധാർ കാർഡുകൾ നിർമ്മിക്കുന്ന നിരവധി കേന്ദ്രങ്ങൾ കേരളത്തിൽ ഉണ്ട് എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ബംഗ്ലാദേശ്, ശ്രീലങ്ക, മ്യാൻമാർ എന്നിവിടങ്ങളിൽ നിന്നുള്ള 1,00,000-ലധികം അഭയാർത്ഥികളാണ് കേരളത്തിൽ സുരക്ഷിതമായി തങ്ങുന്നതും സ്വതന്ത്രമായി പണിയെടുക്കുന്നതും. ഇന്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്ന് നമ്മുടെ സ്വന്തം പെരുമ്പാവൂരിൽ കേരള പോലീസ് പരിശോധനയ്ക്കെത്തിയപ്പോഴേക്കും പെരുമ്പാവൂരിലെ ഭായി മാർക്കറ്റിൽ വ്യാജ ആധാർ കാർഡ് നിർമ്മിച്ചുകൊണ്ടിരുന്ന ബംഗാൾ സ്വദേശികൾ സ്ഥാപനം പൂട്ടി സ്ഥലം കാലിയാക്കി കഴിഞ്ഞു. കേരളത്തിൽ വിവിധ കുറ്റകൃത്യങ്ങൾ ചെയ്ത് പിടിക്കപ്പെടുന്ന, പ്രധാനമായും ബലാത്സംഗം, മോഷണം, അതിൽ പിടിക്കപ്പെടുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളെ പോലീസ് ചോദ്യം ചെയ്യുകയും ആധാർ കാർഡ് പരിശോധിക്കുകയും ചെയ്തപ്പോഴാണ് ഇവരിൽ 99% പേരുടെ കയ്യിലുള്ളതും വ്യാജ കാർഡുകളാണെന്ന് മനസ്സിലായത്. നമ്മൾ അതിഥി തൊഴിലാളികൾ എന്ന പേർ വിളിക്കുന്നവർ കേരളത്തിൽ കാണിച്ചു കൂട്ടുന്ന അതിക്രമങ്ങൾ ചെറുതല്ല. താമസ രേഖകളോ റെക്കോർഡുകളോ ഇല്ലാതെ ഇവരെ താമസിപ്പിക്കാൻ അനുവദിക്കരുത് എന്ന് പറയുമ്പോൾ കുറഞ്ഞ ശമ്പളത്തിൽ ഇവരെ കൊണ്ട് തൊഴിൽ ചെയ്യിക്കുന്നവർക്കാണ് വലിയ അസ്വസ്ഥത. നാളെ നിങ്ങളുടെ വീടുകൾ കുത്തി തുറന്ന് ആഭരണവും പണവും മോഷ്ടിച്ച് തടഞ്ഞാൽ നിങ്ങളുടെ കഴുത്തിൽ കത്തി താഴ്ത്തി ഇവർ ഇവിടെ നിന്നും കടന്നു കളയുമ്പോൾ മാത്രമേ പഠിക്കൂ. നമ്മുടെ അയൽ വീട്ടിൽ താമസിക്കുന്ന ബന്ധുവിനെ, നാട്ടുകാരനെ, സുഹൃത്തിനെ നമുക്കറിയാം. പക്ഷെ അഭയാർത്ഥികളായി ഇവിടെ എത്തി വ്യാജ താമസ രേഖകൾ ചമച്ച് കള്ള ആധാർ കാർഡുകൾ നിർമ്മിക്കുന്നവരുടെ ശരിയായ നാട്, ശരിയായ പേര്, ഇവരുടെ സ്വഭാവം എങ്ങനെയെന്നൊന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഈ അഭയാർത്ഥികൾ മാത്രമല്ല വ്യാജ ആധാർ കാർഡുകൾ നിർമ്മിക്കുന്നത്. മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്നും വന്ന കേരളത്തിൽ വിവിധ ജോലികൾ ചെയ്യുന്നവരിൽ പലരുടെയും ആധാറുകൾ വ്യാജമാണ്. കാരണം അവരുടെ ദേശത്തെ ആധാർ കാർഡ് ഇവർക്ക് ഒരു റെക്കോർഡിന് വേണ്ടിയും എങ്ങും നൽകുവാൻ സാധിക്കില്ല. ഇത് പരിശോധിക്കുമ്പോൾ മനസ്സിലാകും ഇവരുടെ ക്രിമിനൽ പശ്ചാത്തലം. നിയമങ്ങൾ കൂടുതൽ കർശനമാക്കിയില്ലെങ്കിൽ നമ്മുടെ നാട് നേരിടാൻ പോകുന്ന വലിയ ദുരന്തം തന്നെയായിരിക്കും അന്യ സംസ്ഥാന തൊഴിലാളികളുടെ ദുരൂഹ താമസങ്ങൾ. ഇവിടെ തൊഴിൽ തേടി എത്തുന്നവരുടെ പരിപൂർണ ഡാറ്റ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ ശേഖരിച്ചില്ലെങ്കിൽ, അവരുടെ ആധാറുകൾ ഒറിജിനൽ ആണോ എന്ന് കൃത്യമായി ഗവൺമെന്റ് സംവിധാനത്തിൽ പരിശോധിച്ചില്ലെങ്കിൽ സമാധാനപരമായ മലയാളത്തിന്റെ ഉറക്കം നഷ്ടപ്പെടുമെന്നതിൽ സംശയമൊട്ടും വേണ്ട. ഒരു തരി പൊന്നിനു വേണ്ടി 4 കറൻസികൾക്ക് വേണ്ടി നമ്മുടെ ജീവനെടുക്കാൻ ഒരു അന്യസംസ്ഥാനക്കാരനായ ക്രിമിനൽ അല്ലെങ്കിൽ ക്രിമിനലുകൾ നമുക്കരികിൽ എവിടെയോ പതിയിരിക്കുന്നു എന്ന ഭീതി അനുദിനം കൂടി വരികയാണ്. ന്യൂസ് ഡെസ്ക്, ചാനൽ 91.